ഹലോ മക്കളെ, ടേൺ ടു ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ്, നിങ്ങളുടെ 10ാം ക്ലാസ് ബയോളജിയിലെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ്റെ ജനിതകം എന്ന പാഠത്തിൽ നിന്ന് എക്സാമിന് പോകുമ്പോൾ ഏതൊരു എക്സാമിന്, ഓണപ്പരീക്ഷയായാലും മിഡ് ടേം എക്സാം ആയാലും നിങ്ങളുടെ SSLC എക്സാം ആയാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ആൻസർ. എന്താണ് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എന്താണ് ചോദ്യം? CRISPR-Cas9 മീൻസ്, അല്ലെങ്കിൽ CRISPR-Cas9 എന്നാൽ എന്ത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം. നമ്മുടെ പാഠത്തിൻ്റെ തുടക്കത്തിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് ഇതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? എ ജീൻ എഡിറ്റിംഗ് പ്രോസസ് വിച്ച് ക്യാൻ ബ്രിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ജീൻ ഇൻ ദ DNA. DNAയിലെ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന സാങ്കേതിക വിദ്യ. ഇതാണല്ലോ, ഇത് ശരിയാണല്ലോ. ജീൻ എഡിറ്റിങ്ങിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ളൊരു ടെക്നോളജിയാണ് എന്ത്? CRISPR-Cas9. ആരൊക്കെയാണ് ഇത് കണ്ടെത്തിയത് മക്കളെ? ആരൊക്കെയാണ്? ജെനിഫർ എ ഡോഡ്ന ആൻഡ് ഇമ്മാനുവൽ കാർപെൻറ്റിയർ. അല്ലേ, നിങ്ങൾ പഠിച്ചില്ലേ? ഇമ്മാനുവൽ കാർപെൻറ്റിയർ ആൻഡ് ജെനിഫർ എ ഡോഡ്ന കണ്ടുപിടിച്ച ടെക്നോളജിയാണ് എന്ത്? CRISPR-Cas9 എന്ന് പറയുന്നത്. അത് ജീൻ എഡിറ്റിങ്ങിന് സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ദ പ്രോസസ് വിച്ച് ഡിറ്റർമിൻ ദ പൊസിഷൻ ഓഫ് ജീൻ ഇൻ ദ DNA. ആണോ? DNA ജീനുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന സാങ്കേതിക വിദ്യയാണോ CRISPR-Cas9? അല്ല, ജീൻ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദ പ്രോസസ് വിച്ച് ഡിറ്റർമിൻ ദ ഫങ്ഷൻ ഓഫ് ജീൻസ് ഓഫ് DNA. ആണോ? അല്ല, DNA ജീനുകളുടെ ഫങ്ഷനുകളെ അല്ലെങ്കിൽ ധർമ്മത്തെ നിർണ്ണയിക്കുന്ന സാങ്കേതിക വിദ്യയാണോ CRISPR-Cas9? CRISPR-Cas9 എന്ന് പറയുന്നത് ജീൻ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരമായില്ലേ? ഇതിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ശരിയാണ്, 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആ ഓപ്ഷൻ ഏതാ വരുന്നത്? നമ്മളുടെ ഡി ഓപ്ഷൻ അല്ലേ? 1 കറക്റ്റ് 2 3 ഇൻകറക്റ്റ്. അതായത് ഡി, 1 ശരി 2 3 തെറ്റ് എന്നുള്ള ഈ ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ അല്ലെങ്കിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA മോറിസ് വിൽക്കിൻസ്. ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കണ്ടുപിടിച്ചത് മോറിസ് വിൽക്കിൻസ് ആണോ? അല്ല, ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക്. മലയാളത്തിൽ എഴുതണ്ടല്ലോ. വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇതിൽ നമുക്ക് ശരി ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ തെറ്റാണ്. ഫോട്ടോ 51 കണ്ടുപിടിച്ചത് ആരാണ്? റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ്. അത് ശരിയാണല്ലോ, റോസലിൻഡ് ഫ്രാങ്ക്ലിൻ തന്നെയാണ് ഫോട്ടോ 51. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒരു സയൻറ്റിസ്റ്റും കൂടി ഉണ്ടായിരുന്ന ആരാണ്? മോറിസ് വിൽക്കിൻസ് ആൻഡ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. അവരാണ് ഫോട്ടോ 51 കണ്ടുപിടിച്ചത്. അപ്പോൾ ബി ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തെ സി ഓപ്ഷനാണ് ജീൻ എഡിറ്റിംഗ് കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സൺ ആണോ? അല്ല, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരാണ്? ഇമ്മാനുവൽ കാർപെൻറ്റിയർ ആൻഡ് ജെനിഫർ എ ഡൂഡ്നയാണ് ജീൻ എഡിറ്റിംഗ് കണ്ടുപിടിച്ചത്. അപ്പോൾ മൂന്നാമത്തെ സി ഓപ്ഷൻ തെറ്റാണ്. ക്രോസിംഗ് ഓർ ഫ്രാൻസിസ് ക്രിക്ക് ആണോ? അല്ല, ഫ്രാൻസിസ് ക്രിക്ക് എന്ത് കണ്ടുപിടിച്ച ആളാണ് മക്കളെ? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കണ്ടുപിടിച്ച ആളാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി, അതായത് ഫോട്ടോ 51 കണ്ടുപിടിച്ചത് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിച്ച് ഈസ് ദ നൈട്രജൻ ബേസ് ഫൈൻഡ് ഓൺലി ഇൻ DNA. DNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏത്? DNAയിൽ ഏതൊക്കെ നൈട്രജൻ ബേസ് ഉണ്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. DNAയിൽ മാത്രം കണ്ടുവരുന്ന അറിയണമെങ്കിൽ DNAയിൽ ഏതൊക്കെ നൈട്രജൻ ബേസ് ഉണ്ടെന്ന് അറിയണ്ടേ? DNAയിൽ അഡിനിൻ ഉണ്ട്. അഡിനിൻ ഞാൻ A കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഗ്വാനിൻ ഉണ്ട്.
ജി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം, തൈമിനുണ്ട് ടി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം, ആൻഡ് ഫൈനലി ഇറ്റ് ഹാസ് ഓൾസോ സൈറ്റോസിൻ. അപ്പോൾ ഏതൊക്കെയാണ് ഡി എൻ എയിലുള്ള നൈട്രജൻ ബേസുകൾ? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ. ഇനി ഡി എൻ എയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണെന്ന് അറിയണമെങ്കിൽ ആർ എൻ എയിൽ ഏതൊക്കെയുണ്ടെന്ന് അറിയണ്ടേ? ആർ എൻ എയിൽ ഇല്ലാത്തതല്ലേ ഡി എൻ എയിൽ മാത്രമുള്ളത്? ആർ എൻ എയിൽ ഏതൊക്കെയുണ്ട്? അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, പക്ഷേ തൈമിനില്ല. പകരം ഇവിടെയുള്ളത് യുറാസിലാണ്, സൈറ്റോസിനുണ്ട്. അപ്പോൾ ആർ എൻ എയിൽ മാത്രം കണ്ടുവരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ യുറാസിലാണ് ഉത്തരം. പക്ഷേ ഡി എൻ എയിൽ മാത്രം കണ്ടുവരുന്ന, പക്ഷേ ആർ എൻ എയിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ്? തൈമിൻ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാടാ? ഡി എൻ എയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണ്? തൈമിനാണ്. ഓക്കെ അല്ലേ? തൈമിനാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ചിത്രീകരണം നിരീക്ഷിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ ഫിഗർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മക്കളെ? ഇതെന്താണ്? നമ്മുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എയിൽ നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാനൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ ഒന്ന് കാണിച്ചു തരട്ടെ. ഇതാണ് നമ്മുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ. കണ്ടോ? ഇവിടെ ഒരു സ്ട്രാൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇഴകളുണ്ട്. അതിൻ്റെ നടുക്ക് എന്തുണ്ട്? പടികളുണ്ട്, അല്ലെങ്കിൽ റങ്സ് ഉണ്ട്. അപ്പോൾ പടികളും ഇഴകളും ഉള്ള ഒരു ചുറ്റുകോവണി മാതൃക, അതാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ. അതിൻ്റെ ഒരു സൂംഡ് പിക്ചറാണ് ഇവിടെ അടുത്ത് കാണിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ട ഒരു ഫിഗർ കാണാൻ പറ്റുന്നില്ല? ഇതേപോലെയുള്ള ഫിഗറല്ലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിലുള്ള എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ഇതിലുള്ളത് എന്താണ്? ഈ ലെറ്റേഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം. ഇവ എന്താണ്? നൈട്രജൻ ബേസസ്, അല്ലെങ്കിൽ നൈട്രജൻ ബേസുകളാണ് ഈ ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എന്താടാ ഈ ഒരു പഞ്ചാകൃതിയുള്ള, അല്ലെങ്കിൽ ഈ ഒരു ബഹുഭുജം എന്താടാ? ഇതാണ് നമ്മുടെ പഞ്ചസാര തന്മാത്ര, അല്ലെങ്കിൽ ഇതിനെന്ത് പറയാം നമുക്ക്? ഷുഗർ മോളിക്യൂൾ. ഓക്കെ, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഡി എൻ എയിൽ കാണപ്പെടുന്ന ഷുഗർ ഏതാടാ? ഡിയോക്സി റൈബോസ് ഷുഗർ മോളിക്യൂൾ. അതാണ് ഈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. ഈ മഞ്ഞ കളറിൽ ഒരു ഗ്ലോബ്യൂൾ പോലെയുള്ള, അല്ലെങ്കിൽ സ്ഫിയർ പോലെ കാണുന്ന ചിത്രം എന്താടാ? അതാണ് നമ്മുടെ ഫോസ്ഫേറ്റ് തന്മാത്ര, അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് മോളിക്യൂൾ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഉത്തരം പറഞ്ഞൂടെ? ഉത്തരം പറയാം. നമ്മുടെ എക്സ് എന്താണ്? നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. വൈ എന്താണ് നമ്മുടെ പഞ്ചസാര തന്മാത്ര, അല്ലെങ്കിൽ ഷുഗർ മോളിക്യൂളാണ്. ആൻഡ് ടി എന്താണ്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, തൈമിനാണ്. തൈമിൻ ഒരു നൈട്രജൻ ബേസ് ആണ്. ഓക്കെ, നൈട്രജൻ ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ മോളിക്യൂൾസ് എക്സ് വൈ. എക്സും വൈയും എന്താണ്? അല്ലെങ്കിൽ എക്സ് വൈ സൂചിപ്പിച്ച തന്മാത്രകളെ തിരിച്ചറിയുക. എക്സ് എന്താണ്? ഫോസ്ഫേറ്റ് മോളിക്യൂൾ അല്ലേ? വൈ എന്താണ്? നമ്മുടെ ഡിയോക്സി റൈബോസ് ഷുഗർ മോളിക്യൂൾ, അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് പഞ്ചസാര തന്മാത്ര. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് എക്സ്? ഈ എക്സ്, അല്ലെങ്കിൽ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ പണി എന്താണ്? അതിൻ്റെ ധർമ്മം എന്താണ് എന്നാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് അറിയാൻ ഞാൻ ജസ്റ്റ് അപ്പുറത്തെ ഫിഗർ നിങ്ങൾക്ക് ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, ഈ ഫോസ്ഫേറ്റ് തന്മാത്ര ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത്. ഈ ഫോസ്ഫേറ്റ് തന്മാത്രയുടെ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെന്താണ്? ഈ റങ്സ്, അല്ലെങ്കിൽ ഈ ഇഴകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ്. ഇവിടെയൊക്കെ ഈ ഒരു യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡുകൾ. എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ ഉണ്ടാവും? നൈട്രജൻ ബേസിന് ഞാൻ N എന്ന് വിളിക്കുകയാണെങ്കിൽ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ പി എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, ഷുഗർ മോളിക്യൂളിനെ ഞാൻ S എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ നൈട്രജൻ ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗർ മോളിക്യൂളും കൂടിയ ഡി എൻ എയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്ത്? ന്യൂക്ലിയോടൈഡുകൾ. അപ്പോൾ ഈ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. ഈ അടുത്ത ന്യൂക്ലിയോടൈഡാണ്. ഇത് അതിൻ്റെ അടുത്ത ന്യൂക്ലിയോടൈഡാണ്. അപ്പോൾ ഈ അടുത്തടുത്തിരിക്കുന്ന ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുക, ഇതാണ് ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ഇവിടെയുള്ള ന്യൂക്ലിയോടൈഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ. അപ്പോൾ അടുത്തിരിക്കുന്ന ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ അതിനെന്ത് പറയാം? കണക്ട് ചെയ്യുന്നു. ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് ആര്? ഫോസ്ഫേറ്റ് തന്മാത്ര. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടിയല്ലോ. എന്താണ്? അടുത്തടുത്തിരിക്കുന്ന
അടുത്തടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മോളിക്യൂളാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇനി ഡ്രോ ദ ന്യൂക്ലിയോടൈഡ് വിച്ച് ഫോംസ് പെയർ വിത്ത് ദിസ്. ഈ ഒരു ന്യൂക്ലിയോടൈഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ, ഇതിനോട് ജോഡി ചേരുന്ന ന്യൂക്ലിയോടൈഡിനെ വരയ്ക്കുക. സിമ്പിളല്ല, എന്തുമാത്രം ഇതേപോലെ വരച്ചാൽ മതി. പക്ഷേ ഒരു കാര്യം നമുക്കറിയണം, അഡിനിൻ എന്താണ് നമുക്കറിയേണ്ടത്? അഡിനിൻ എപ്പോഴും തൈമിനേറ്റ് ബൈൻഡ് ചെയ്യുകയുള്ളൂ വിത്ത് എ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈറ്റോസിൻ എപ്പോഴും ഗുവാനിനേറ്റ് തന്നെ ബൈൻഡ് ചെയ്യുകയുള്ളൂ വിത്ത് എ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. നമ്മുടെ ചിത്രത്തിൽ തന്നിട്ടുള്ള ആരാണ്? തൈമിനാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് വരച്ച് നോക്കാം. ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഷുഗർ മോളിക്യൂൾ തന്നിട്ടുണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന നൈട്രജൻ ബേസ് ഏതാടാ? ഇവിടെ തന്നിരിക്കുന്ന നൈട്രജൻ ബേസാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതിനോട് ജോഡി ചേരുന്ന ഷുഗർ മോളിക്യൂളിനെയാണ് ന്യൂക്ലിയോടൈഡിനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ജോഡി ചേരുമ്പോൾ ഇവിടെ ജോഡി ചേരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു സ്ട്രാൻഡ് അല്ലെങ്കിൽ ഒരു ഇഴ ഈ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഒരു സ്ട്രാൻഡ് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഒരു ഇഴ അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഒരു സ്ട്രാൻഡ് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കണം അല്ലേ? ഇവിടെ ജോഡി ചേരുമ്പോൾ ഇവിടെയും ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട് ഇല്ലേ? ഇവിടെയും ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര തന്മാത്രയുണ്ട്. അതിൻ്റെ അറ്റത്ത് ഇവിടെ ഒരു ഗ്ലോബ്യൂളായിട്ട് ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. ഇത് രണ്ടും തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും വരയ്ക്കാൻ പറ്റും. പിന്നെ മാറ്റം വരുന്നത് എന്താണ്? ഇതിനോട് ജോഡി ചേരുന്ന നൈട്രജൻ ബേസ് ഏതാണെന്ന് നോക്കിയാൽ മതി. തൈമിൻ ഓൾവേസ് ബോണ്ട് വിത്ത് ആരുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക? അഡിനിനുമായിട്ട്. അപ്പോൾ ഇവിടെ ഒരു അഡിനിനെ വരച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ നിർബന്ധമില്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിനോട് ജോഡി ചേരുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കണം ഇവിടെ ജോഡി ചേരുന്ന സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ തൈമിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇവിടെ വരുന്ന സ്ട്രക്ചർ. ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ജോഡി വരയ്ക്കുമ്പോൾ ഫസ്റ്റ് വരയ്ക്കുന്ന ഇത് മുകളിലോട്ടാണെങ്കിൽ ഇവിടെ വരയ്ക്കുന്ന ഷുഗർ മോളിക്യൂളിൻ്റെയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെയും ഡയറക്ഷൻ നമ്മൾ താഴോട്ട് വരയ്ക്കണം. പിന്നെ നമ്മൾ എന്തുമാത്രം നോക്കിയാൽ മതി? അഡിനിൻ ആരുമായിട്ട് ബൈൻഡ് ചെയ്യുക? തൈമിനുമായിട്ട് ബൈൻഡ് ചെയ്യും വിത്ത് ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. ആൻഡ് സൈറ്റോസിൻ ഓൾവേസ് ബൈൻഡ് വിത്ത് ഗുവാനിൻ വിത്ത് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്ന രൂപം എന്താണോ അതിന് വിപരീതമായിട്ട് വരുന്ന രൂപം ഇവിടെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും മക്കളെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ റങ്സ് ഓഫ് DNA. ഡി എൻ എയുടെ പടികളിൽ ഇല്ലാത്തത് ഏത്? ഡി എൻ എയുടെ റങ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? പടികൾ അല്ലേ? പടികൾ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇതാണ് നമ്മുടെ DNA പടികൾ. DNA പടികളിൽ ആരാണുള്ളത്? നൈട്രജൻ ബേസുകളാണ്. ഇതാണ് DNA പടികൾ. ഇതിൽ ആരാണുള്ളത്? നൈട്രജൻ ബേസുകളാണുള്ളത് അല്ലേ? നൈട്രജൻ ബേസുകളാണുള്ളത്. അപ്പോൾ ഇതിൽ കണ്ടുവരാത്ത ആരാണ്? അപ്പോൾ ഇവിടെ നൈട്രജൻ ബേസുകളാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. തൈമിൻ നമ്മുടെ DNA ഉണ്ടാവും, അഡിനിൻ ഉണ്ടാകും, ഗുവാനിൻ ഉണ്ടാവും, പക്ഷെ ആരുണ്ടാവില്ല? യുറാസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു RNAയിൽ കണ്ടുവരുന്ന നൈട്രജൻ ബേസാണ് ആര്? യുറാസിൽ. അപ്പോൾ DNA പടികളിൽ ഇല്ലാത്തത് ആരാണ്? യുറാസിലാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യുകയാണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയർ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അഡിനിൻ ഗുവാനിനുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക. നമുക്ക് ആദ്യം ആരുമായിട്ട് ജോഡി ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അഡിനിൻ ഓൾവേസ് ബൈൻഡ് വിത്ത് തൈമിൻ വിത്ത് എ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. സൈറ്റോസിൻ ഓൾവേസ് ബൈൻഡ് വിത്ത് ഗുവാനിൻ വിത്ത് എ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. ഇത് വൈസ് വേഴ്സയാണ്, അല്ലെങ്കിൽ തിരിച്ചും ഇതേപോലെ തന്നെ. എന്ന് പറഞ്ഞാൽ തൈമിൻ ഓൾവേസ് ബൈൻഡ് വിത്ത് അഡിനിൻ, ഗുവാനിൻ ഓൾവേസ് ബൈൻഡ് വിത്ത് സൈറ്റോസിൻ. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അഡിനിൻ ഗുവാനിൻ ഉത്തരം ശരിയാണോ? തെറ്റാണ്. തൈമിൻ സൈറ്റോസിൻ അല്ല, സൈറ്റോസിൻ ഗുവാനിനുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക. തെറ്റാണ്. അഡിനിൻ തൈമിൻ ശരിയാണ്, സൈറ്റോസിൻ ഗുവാനിൻ ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം തെറ്റാണ്, 3ഉം 4ഉം ശരിയാണ്. അതായത് 1, 2 ഇൻകറക്റ്റ് ആൻഡ് 3, 4 കറക്റ്റ്. 1, 2 തെറ്റ്, 3, 4 ശരിയുള്ള ആൻസർ ഓപ്ഷൻ സിയിലേക്ക് വരും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് സീൻ ഇൻ ദ സ്ട്രാൻഡ്സ് ഓഫ് DNA. DNAയുടെ ഇഴകളിൽ കാണപ്പെടാത്തത് ഏത്? DNAയുടെ സ്ട്രാൻഡ്സിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? സ്ട്രാൻഡ്സിൽ നമുക്കുള്ളത് നമ്മുടെ ഫോസ്ഫേറ്റ് തന്മാത്രയും അതുപോലെ തന്നെ ഷുഗർ മോളിക്യൂളല്ല ഉള്ളത്, നമ്മുടെ
ഡി എൻ എയുടെ റങ്സിൽ ആരാണ്, അല്ലെങ്കിൽ പടികളിൽ ആരാണ് ഉള്ളത്? ഡി എൻ എയുടെ പടികളിൽ ആരാ ഉള്ളത്? നമ്മുടെ നൈട്രജൻ ബേസും അല്ലേ ഉള്ളത്. സ്ട്രാൻഡ്സിന് നമുക്ക് എന്ത് വിളിക്കാം? ഇഴകൾ എന്ന് വിളിക്കാം. റങ്സിന് നമുക്ക് പടികൾ എന്ന് വിളിക്കാം. അപ്പോൾ പടികളിൽ ആരാ ഉള്ളത്? നൈട്രജൻ ബേസ്. ഇഴകളിൽ ആരാ ഉള്ളത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് തന്മാത്രയും ഷുഗർ മോളിക്കൂൾ അല്ലെങ്കിൽ പഞ്ചസാര തന്മാത്രയും. അപ്പോൾ ഇതിൽ സ്ട്രാൻഡ്സിൽ അല്ലെങ്കിൽ ഇഴകളിൽ ഇല്ലാത്തത് ആരാണ്? ഫോസ്ഫേറ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്. ആരാ ഇല്ലാത്തത്? നൈട്രജൻ ബേസ് ഇല്ല. നൈട്രജൻ ബേസ് എവിടെയാണുള്ളത്? റങ്സിൽ അല്ലെങ്കിൽ പടികളിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം ആരാണ്? നമ്മുടെ നൈട്രജൻ ബേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ഓഫ് DNA ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. DNA ചിത്രീകരണം നിരീക്ഷിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നെയിം ഇതെന്താണ്? നമ്മുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ചുറ്റുകോണി മാതൃക. DNA ചുറ്റുകോണി മാതൃകയാണ്. ഓക്കെ, നെയിം ദ സയൻറ്റിസ്റ്റ് ഹൂ ഡിസ്കവേർഡ് ദ മോഡൽ ഓഫ് DNA. DNA ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ചത് ആരാണ്? നമുക്കറിയാം, വാട്സൺ ആൻഡ് ക്രിക്ക്. അല്ലെങ്കിൽ നമുക്ക് ഫുൾ നെയിം എഴുതുകയാണെങ്കിൽ ജെയിംസ് വാട്സൺ. മലയാളത്തിൽ ജെയിംസ് വാട്സണും പിന്നെ ആരാടാ? ഫ്രാൻസിസ് ക്രിക്ക്. ഓക്കെ, അപ്പോൾ ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ചുറ്റുകോണി മാതൃക കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരൊക്കെയാണ്? ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ്റെ ആൻസറായി. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ ദ മോളിക്യൂൾസ് ഫൗണ്ട് ഇൻ ദ സ്ട്രാൻഡ്സ് ഓഫ് DNA? നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് എവിടെ കണ്ടുവരുന്നത്? DNA സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ ഇഴകളിൽ കാണപ്പെടുന്ന തന്മാത്രകളാണ് പഞ്ചസാര തന്മാത്രയും അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും. ഓക്കെ, ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദ നൈട്രജൻ ബേസ് പെയർ സീൻ ഇൻ ദ റങ്സിൽ. ഇതിപ്പോൾ DNA ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലേ? അവിടെ കാണപ്പെടുന്ന നൈട്രജൻ ബേസസ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഏതൊക്കെയാടാ? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഇതും കൂടി ഇത് ഞാൻ സിമ്പിളായിട്ട് എഴുതിയാണ് മക്കളെ. നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ ലെറ്റേഴ്സിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ പടികളിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ എഴുതാൻ നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഇനി 9ാമത്തെ 9th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് ദ ക്രോമസോംസ്? ക്രോമസോമിൻ്റെ കോമ്പോണൻസ് അല്ലെങ്കിൽ ക്രോമസോമിലെ ഘടകങ്ങൾ ഏതെല്ലാം? ക്രോമസോമിൽ എന്താണ് ആക്ച്വലി ഉള്ളത്? ക്രോമസോം ഇതാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറാണ്. ക്രോമസോമിൻ്റെ ബേസിക് കമ്പോണൻസ്. ക്രോമസോമിൽ മെയിനായിട്ട് 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് നമുക്കറിയാം, ക്രോമസോമിൽ ആരുണ്ട്? DNA ഉണ്ട്. രണ്ടാമത്തെ ആളാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് DNA? ഇതാണ് DNA. ഇതങ്ങനെ ചുറ്റുകോണി മാതൃകയായിട്ട് ഇവിടെ DNA ഉണ്ട്. പിന്നെ ക്രോമസോമിലുള്ളത് ആരാണ്? ഇവിടെ ഈ പിങ്ക് കളറിലൊരു ബോൾ പോലെ കാണപ്പെടുന്ന സ്ട്രക്ചർ ഉണ്ടോ? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. മലയാളത്തിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്കതിനെ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതാം. ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പോൾ DNA ബേസിക്കായിട്ട്, DNA മെയിനായിട്ട് പ്രധാനമായും കാണപ്പെടുന്ന 2 കമ്പോണൻസ് അല്ലെങ്കിൽ 2 ഘടകങ്ങൾ ആരെയാണ്? ഏതൊക്കെയാണ്? DNA ഹിസ്റ്റോൺ പ്രോട്ടീനും. ഓക്കെ, ഇനി ഈ DNA ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടി ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ DNA ഹിസ്റ്റോൺ ഒക്ടാമറും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ നമുക്കറിയണം എന്താണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ നിങ്ങൾക്കറിയാലോ, ഇവിടെ ഒരു ബോൾ പോലത്തെ ചിഹ്നമാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ 8 ഇങ്ങനെ മേലെ അടുക്കി വെക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈ ഹിസ്റ്റോൺ ഒക്ടാമർ. മലയാളത്തിൽ എഴുതണ്ടല്ലോ, ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെയും DNA കൂടി കൂട്ടിച്ചേർത്താൽ ഇതൊരു ഹിസ്റ്റോൺ ഒക്ടാമർ. അതിന് ചുറ്റും DNA ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് കിടക്കുന്ന കണ്ടോ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. എന്താണ്? ന്യൂക്ലിയോസോം. ഓക്കെ, അപ്പോൾ അതിനെയാണ് ന്യൂക്ലിയോസോം വിളിക്കുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോസോമുകളെ, ഇതാണ് ന്യൂക്ലിയോസോം, കണ്ടല്ലോ, ഇതാണ് ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോമുകളെ പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ചെയ്തിട്ട്, എന്താണ് പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ഓൾസോ, വീണ്ടും അതിനെ റീകോയിലിംഗ് ചെയ്തിട്ട്, ഇതിനെ മലയാളത്തിൽ എന്താ പറയുക? പാക്കിങ്ങിനെ നമുക്ക് അടുക്കി വെക്കുക എന്ന് പറയാം. കോയിലിങ്ങിനെ നമുക്ക് ചുരുളുകളാക്കുക എന്ന് പറയാം. റീകോയിലിംഗ് എന്താണ്? വീണ്ടും ചുരുളുകളാക്കി. അപ്പോൾ ഈ ന്യൂക്ലിയോസോമിനെ
അടുക്കി വെച്ചും ചുരുടുകളാക്കിയും വീണ്ടും ചുരുടുകളാക്കിയുമായിട്ട് ആണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ക്രോമസോമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുമല്ലോ. വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് ക്രോമസോം, അത്ര മാത്രമേ ചോദിച്ചുള്ളൂ. ക്രോമസോമിൻ്റെ കോമ്പോണൻസ്, ഘടകങ്ങൾ എന്തെല്ലാം? റൈബോസോമാണോ? അല്ല. mRNA ആൻഡ് റൈബോസോമാണോ? അല്ല. ഇവ രണ്ടും അല്ല. DNA ആൻഡ് ഹിസ്റ്റോൺ. DNA-യും ഹിസ്റ്റോണുമാണ് ക്രോമസോമിലെ പ്രധാനമായുള്ള 2 ഘടകങ്ങൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. RNA-യും ഹിസ്റ്റോണും ആണോ? അല്ല. DNA-യും ഹിസ്റ്റോണും ചേർന്നാലാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ് ഇറ്റ് ആൻഡ് റീറൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവ തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ അണ്ടർലൈൻ ഇട്ട സെൻറ്റൻസസ് ഉണ്ട്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക, അത്രയേ ഉള്ളൂ. DNA സ്ട്രാൻഡ്സ് വൈൻഡ് അറൗണ്ട് ദ ഹിസ്റ്റോൺ അക്ടാമർ ടു ഫോം എ സ്ട്രക്ചർ കോൾഡ് റൈബോസോം. DNA സ്ട്രാൻഡുകൾ ഹിസ്റ്റോൺ അക്ടാമറുമായിട്ട് കൂടി ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? റൈബോസോമാണ്. അല്ല, തെറ്റുത്തരമാണ്. ന്യൂക്ലിയോസോം. ആ അടിവരയിട്ട സെൻറ്റൻസ് തെറ്റാണ്. ന്യൂക്ലിയോസോമാണ് ഉണ്ടാകുന്നത്, ഈ റൈബോസോം അല്ല ഉണ്ടാകുന്നത്. DNA ഇഴകൾ ഹിസ്റ്റോൺ പ്രോട്ടീൻ അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമറുമായിട്ട് വലയം ചെയ്തുണ്ടാക്കുന്ന ഘടനയെ ന്യൂക്ലിയോസോം എന്ന് വിളിക്കുക, റൈബോസോം അല്ല. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ശരിയായി. എന്താണ്? റൈബോസോമിനെ മാറ്റി ന്യൂക്ലിയോസോം ആക്കി കഴിഞ്ഞാൽ അത് ശരിയായി. ഇനി അടുത്തത് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ബി ഓപ്ഷനാണ്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗദർ ഫോം എ ഹിസ്റ്റോൺ ഒക്ടാമർ. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ച് ചേർന്നിട്ടാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ചേർന്നിട്ട് തന്നെയാണ് എന്തുണ്ടാവുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമർ. ദ ക്രോമസോംസ് ആർ ഫോംഡ് ഓഫ് പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോം. തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളൂ, നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്തും ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയാണ് ക്രോമസോമുകളെ ഉണ്ടാക്കുന്നത്. അത് ശരിയാണല്ലോ. അപ്പം മൂന്നാമത്തെ സി ഓപ്ഷനും ശരിയാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ റൈബോസോമിന് പകരം ന്യൂക്ലിയോസോം ആക്കി കഴിഞ്ഞാൽ അതും ശരിയായി. ഇനി ലാസ്റ്റാണ് ഹിസ്റ്റോൺസ് ആർ ദ പാർട്ട് ഓഫ് ക്രോമസോം വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. ഹിസ്റ്റോണുകളാണ് ഒരു ക്രോമസോമിൻ്റെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളെയാണ് ഹിസ്റ്റോണുകൾ എന്ന് പറയുന്നത്. ഇത് തെറ്റല്ലേ? ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് എന്താണ് പറയുക? നമുക്കറിയാം, ഇതാണ് സെൻട്രോമിയറിൻ്റെ ചുറ്റും ഇങ്ങനെ ആരുണ്ടാവും? ക്രോമാറ്റിഡുകൾ ഉണ്ടാവും. ഈ ഒരു സ്ട്രക്ചർ നമുക്ക് എന്ത് പറയാം? ക്രോമസോം. അപ്പോൾ ഇതാണ് സെൻട്രോമിയർ. മലയാളത്തിൽ സെൻട്രോമിയർ. ഇതെവിടെയുണ്ട്? സെൻട്രോമിയർ. ഇതാണ് സെൻട്രോമിയർ. ഓക്കെ. ഈ സെൻട്രോമിയറിന് ചുറ്റും ഇങ്ങനെ ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോമാറ്റിഡ്. അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ക്രോമാറ്റിഡുകളാണ് ആക്ച്വലി ഒരു ക്രോമസോമിൻ്റെ സെൻട്രോമിയർ വഴി കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ. ഇതൊരു ക്രോമാറ്റിഡാണ്. ഇവ എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? സെൻട്രോമിയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 അല്ലെങ്കിൽ ഭാഗം 1 ഓഫ് യുവർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ your 10th ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഓവർ. പാർട്ട് 2 ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും താങ്ക് യു.